സജ്ന ഫിറോസിന്റെ ഇഷ്യൂ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സജ്ന, റസൂൽ പൂക്കുട്ടി, ദിയാസന തുടങ്ങുന്ന ഒരു വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു അത്. ഈ സംഭവത്തിൽ നടി സജ്ന നൂറിനെ കുറിച്ചുള്ള പുതിയ വലിയ ചർച്ചകൾ വന്നിരിക്കുകയാണ്. പുതിയ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ കൂട്ടുകാരി ഇതിലുണ്ട് എന്നൊരു തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നു. ആരാണ് ഈ രണ്ടാമത്തെ കൂട്ടുകാരി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നടി സജ്ന നൂറിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുവെന്ന് മുൻ ബിഗ് ബോസ് താരം ദിയാസന തുറന്നു പറഞ്ഞു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുന്നുവെന്നാണ് ദിയാസനയുടെ ആരോപണം. താൻ MDMA ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ സജ്ന നൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് ദിയയുടെ ആരോപണം. കേരളത്തിലെ മാരകമായ ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA കാരിയറാണ്, MDMA കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് താൻ നിൽക്കുന്നതെന്നും ദിയ പറഞ്ഞു. ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം തന്റെ വീട്ടിൽ പരിശോധന നടത്തിയെന്നും എന്നാൽ പരിശോധനയിൽ ലഹരി വസ്തുക്കളോ മറ്റേതെങ്കിലും നിയമവിരുദ്ധ വസ്തുക്കളോ കണ്ടെത്താനായില്ലെന്നും ദിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ കൈവശം എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും വ്യാജ ആരോപണങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്താനാണ് ശ്രമമെന്നും ദിയ ആരോപിച്ചു. ഇതു സംബന്ധിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും ദിയ വ്യക്തമാക്കി. റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള താനെടുത്ത നിലപാടിന്റെ പേരിലാണ് തനിക്ക് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായതെന്നും ദിയാസന പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയെ കത്തിച്ച സംഭവം തന്നെയായിരുന്നു നമ്മുടെ സജ്ന നൂറിന്റെയും നമ്മുടെ റസൂൽ പൂക്കുട്ടിയുടെയും ഗർഭത്തിന്റെ വാർത്ത. വെറും ഗർഭമല്ല, ഇതൊരു അവിഹിത ഗർഭമാണെന്നാണ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത്. ഈ പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. റസൂൽ പൂക്കുട്ടിയും സജ്ന ഫിറോസും തമ്മിലുള്ള ഏതോ ഒരു വീഡിയോ പുറത്തു വന്നെന്നും അത് സത്യമല്ല എന്നും തങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് സജ്നയും ഫിറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തകരാൻ കാരണം മൂന്നാമതൊരാളല്ല, ഞങ്ങൾ തന്നെ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് സജ്ന ലൈവിലെത്തുന്നു. എന്നാൽ പിന്നാലെ വന്ന ഫിറോസ് സജ്നയ്ക്കെതിരായിട്ടാണ് വീഡിയോ ചെയ്തത്. സജ്നയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അയാൾ ഒരു വലിയൊരു വ്യക്തിയാണെന്നും അവാർഡൊക്കെ കിട്ടിയ ആളാണ്, ഓസ്കാർക്ക് കിട്ടിയ ആളാണ്, എത്ര ഉയരത്തിലിരുന്നാലും താഴെ ഇറങ്ങിയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ഫിറോസ് വീഡിയോ ചെയ്തത്. ഇത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. സജ്നയും റസൂൽ പൂക്കുട്ടിയുമായി ബന്ധമുണ്ട് എന്നെല്ലാവരും അന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫിറോസ് ഉൾപ്പെടെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം സജ്ന അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നു. റസൂൽ പൂക്കുട്ടിയുമായിട്ട് തനിക്ക് ബന്ധമില്ല എന്ന് സജ്ന പറഞ്ഞിട്ടില്ല, എന്നാലും മൂന്നാമതൊരാളില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചത്. എന്നാൽ സജ്ന നോക്കുമ്പോൾ ഫിറോസും തനിക്കെതിരായപ്പോൾ ഫിറോസിനെ പറ്റിയുള്ള തനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ, അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, സച്ചിന് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി വന്നു. അതുപോലെ ഫിറോസും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഒരു സോഷ്യൽ മീഡിയ വിവാദമായപ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോസ്റ്റുകൾ പിൻവലിച്ച് തങ്ങളുടെ വഴിക്ക് വന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മൾ കാണുന്നത് സച്ചിനയുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു 9 വീക്സ് പ്രഗ്നന്റ് എന്ന് പറഞ്ഞൊരു വീഡിയോയും അതിൽ റസൂൽ പൂക്കുട്ടിയും സജ്നയും ഒന്നിച്ചിട്ടുള്ള ഒരു ചിത്രവും കൂടിയാണ്. എന്ന് വെച്ചാൽ സജ്ന മൂന്നാമതും പ്രഗ്നന്റ് ആണ് എന്നും ഇതിന് ഉത്തരവാദി റസൂൽ പൂക്കുട്ടിയാണ് എന്നും നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ട് വാർത്ത തരുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. ഞാൻ ഇതുവരെയും ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ മൈനോറിറ്റി സ്പേസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീ സംസാരിക്കുന്നതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എൻ്റെ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു മാസ്സായിട്ടുള്ള ഒരു പ്രകടനമോ അതൊരു പുരുഷൻ കാണിക്കുമ്പോൾ അത് പ്രശ്നമില്ല. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ പറഞ്ഞ ബുള്ളിങ്ങുകളെന്ന് ഞാൻ ഭയക്കുന്നുമില്ല, പേടിക്കുന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കോൺട്രഡിക്റ്റുകൾ വരുമെന്നും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പൊതുവിടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആക്രമണകാരം നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്റെ ഒരു. ഇവിടെ എത്തി ഞങ്ങൾ ആക്ച്വലി കണ്ടുമുട്ടിയത് മാനവീദ്യം കുറെ കേട്ടുള്ള സ്ഥലമാണ്, പക്ഷെ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ആതിഥേയ നിലയിൽ ഞങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോകും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കണത്. ഇവിടെ എന്ന് പറഞ്ഞത് ഇതൊരു 200 മീറ്ററുള്ള വീതിയാണ്. അവിടെ ഇവിടെയും 2 പ്രതിമകളുണ്ട്. ഇത് ഇവിടെ 13 വർഷമായിട്ട് ഞാൻ ഈ കലാ സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ എവിടത്തെ സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ ചോദിച്ചു. തിരുവനന്തപുരത്തിന്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ ഏറ്റവും അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും
എന്താ പറയാ നല്ല ഒരു ഇടമാണ് ഈ കലാ സാംസ്കാരിക വേദി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതും നമ്മൾ പ്രതിഷേധിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ തന്നെ നിങ്ങൾ വന്ന് പെട്ടു എന്നുള്ളത് സ്പോട്ടിലാണ്. അങ്ങനെ കാണാതിരിക്കോ അല്ലേ? പോയേ അത് ഈ വഴി പാസ് ചെയ്ത്. യെസ്, എനിക്ക് തോന്നുന്നു പലരും ഇതിന്റെ രണ്ടാം ഭാഗം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കുറേ DM വന്നിരുന്നു. മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ചോദിച്ചൊരു കാര്യമാണ് ഇതെന്താണ് ഇത്ര ഇറങ്ങിപ്പോളെ കാര്യം എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വന്നതും സംസാരിച്ചതും ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി എങ്ങനെ ഒപ്പീനിയൻസ് ഒക്കെ വന്നിരുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റിലത്തെ ഇന്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു I think 5 lakhിൽ പുറത്ത് വ്യൂവേഴ്സ് കണ്ടായിരുന്നു. രണ്ടാമത്തേതിന് 1 lakh ഉള്ളു. ശരിക്കും ഇതാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ എടുത്തു വെച്ചിരിക്കുക. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചോണ്ട് വന്നപ്പോൾ എടുക്കുമായിരുന്നു ഞാൻ റോഹനെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നതൊക്കെ. പക്ഷെ ഇത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹോട്ട് സീറ്റിൽ റോഹൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം റോഹന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റോഹൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ റോഹൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിമർശനം തന്നെയാണ് എൻ്റെ ഇമോഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചൊന്നും എക്സ്ട്രാജേറ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും നമ്മൾ അത് ആ എപ്പിസോഡ് ആരും കാണാതെ പോയതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ശരിക്കും ഇതിന്റെ അടുത്ത വശം അത് തന്നെയാണ്, കണ്ടില്ല എന്നുള്ളൊരു സംഭവം. പിന്നെ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പോകുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ. ഇതിനെ എങ്ങനെ മറുപടി പറയും, ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യും, ഗസ്റ്റ് ഏത് സ്വഭാവത്തിലാണ് ഇരിക്കുന്നത്, അവരുടെ മൂഡ് എന്താണ്, ഇതൊന്നും നമുക്ക് പ്രൊഡിക്ട് ചെയ്യാനേ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം പക്ഷെ നമുക്ക് വിഷയങ്ങൾ ഇതാവുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾക്ക് വരുന്ന മറുപടി. ഇതേ രീതിയിൽ രണ്ട് വശങ്ങളിലും വന്നിട്ടുണ്ട്. ഒന്ന് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എവിടേക്കോ നമ്മൾ അവരെ മാന്യത കൊടുക്കാതെ റെസ്പെക്ട് കൊടുക്കാതെ ചോദിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ഈ രീതിയിലേ ചോദിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ചോദിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ എന്നുള്ള രീതിയിലേക്ക് ചിലവരത് പ്രോക്ട് ആവില്ല, ചിലത് ആവും, ഡിപ്പെൻസ്. പക്ഷെ ആരുടെയും പ്രശ്നമില്ല. അല്ല, അങ്ങനെ പോകില്ല. ചോദ്യങ്ങൾ അതായതുകൊണ്ട് അതേ രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കണം എന്നുള്ളൊരു നിർബന്ധബുദ്ധി ഉണ്ടായിരുന്നു.